അർപ്പിച്ചിരിക്കുന്നു എന്നതാണ് എന്റെ മേലുള്ള കുറ്റം. നീ അങ്ങ് പറഞ്ഞത് സാബു. ആരാണ് എന്റെ അനിയും പ്രണവിനെ പിടിച്ചുകൊണ്ട് പോയത്? നിനക്കതും അറിയാം. നിനക്കെന്നെ കൊല്ലാൻ ഇരുട്ടിന്റെ മറവ് വേണം. പക്ഷെ എനിക്കത് വേണ്ട. മുന്നോട്ടുള്ള ജീവിതത്തിന്റെ വഴിയടഞ്ഞു നിൽക്കുക ഞാൻ. എനിക്ക് ഈ ജയിലിന് പുറത്തിറങ്ങാനുള്ള വഴി നീയായിട്ട് തന്നെ പറഞ്ഞു തന്നില്ല എങ്കിൽ സാബു വച്ചാനേ, നിന്നെ ഇതിനകത്തിട്ട് ഞാൻ തീർത്തിരിക്കും. നീ കഴിക്ക്. പക്ഷേ ചില ചോദ്യങ്ങളുടെ ഉത്തരം എനിക്ക് കിട്ടിയേ പറ്റൂ. ആ CKC അല്ലേ നിന്നെ അങ്ങോട്ട് അയച്ചത്? ഈ പവിത്രന്റെ വീട് എവിടെയാ? എവിടെ ചെന്ന് അവനെ കാണാൻ പറ്റും? പറയൂ സാബു. നിന്നെ കൊല്ലാനാണ് ഈ ഉടുമ്പ് ജയിലിൽ കയറിയെങ്കിൽ നിന്നെ കൊന്നിട്ട് തിരിച്ചു പോകും. എനിക്ക് ഒന്നിപ്പഴിച്ച 3 അല്ല, ഒന്നിപ്പഴിച്ച 2. ആദ്യത്തെ തവണ നീ രക്ഷപ്പെട്ടു. അടുത്ത തവണ ഞാൻ കുരുക്കുന്ന കുരുക്കിൽ നിന്റെ ശ്വാസം നിലയ്ക്കും. അതോടെ ഞാൻ കളിയും കഴിഞ്ഞ് പടവും മടക്കും. ഇനി നിന്റെ പെണ്ണുമ്പിള്ള കാണാൻ വരുമ്പോ നിന്റെ ശവമായിരിക്കും പുറത്തു പോകുന്നത്. കാത്തിരുന്നോ? മോളെ, ഞാനിവിടെ മുറിയില്ല, ദാ വരുന്നു. അമ്മേ, കതക് തുറക്ക, ഞാൻ ഇറങ്ങുക. മോളെ, ഞാനിവിടെ സാരി ഉടുക്ക, നീ അവിടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. നമ്പറാണല്ലോ. ആരായിരിക്കും? ഹലോ, അതേലോ, എന്താ കാര്യം? ഇതെവിടെയാണെന്നാ പറഞ്ഞേ? ഒരു കാര്യം ചെയ്, എങ്ങോട്ടും വിടണ്ട, അവിടെ തന്നെ ഇരുത്തിയേക്ക്. ഞാൻ ഇപ്പൊ എത്തിക്കോളാം അവിടെ. ഒരു പ്രശ്നമില്ല. ഞാൻ വന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളാം. പ്ലീസ്, ഞാൻ ദേ ഇറങ്ങി. ഇപ്പൊ അങ്ങ് എത്താം. ശരി ശരി. അമ്മേ, ഞാൻ ഇറങ്ങുവാണേ, ഒരു അർജന്റ് കേസുണ്ട്. മോളെ, നീ അവിടെ നിക്ക്, ദേ വരുന്നു, ഞാൻ കഴിഞ്ഞു. ആരായിരിക്കും ആ വിളിച്ചത്? ഒരുപക്ഷെ ആ പവിത്രനെ പിടികൂടി എന്നെങ്ങാനും ആരെങ്കിലും വിളിച്ചു പറഞ്ഞതായിരിക്കൂ. പവിത്രനെ എങ്ങാനും ഇവളുടെ കയ്യിൽ കിട്ടിയ സർവ പരിപാടിയും പൊളിയുമല്ലോ. അവള് പോയോ? ഒരു 2 മിനിറ്റ് നിൽക്കാൻ പറഞ്ഞ അത് കേൾക്കാതങ്ങ് പോയിരിക്കുക. എടുത്തു വെച്ച ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഇങ്ങ് വരട്ടെ. ആ വസു, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ടേ, ഞാൻ അമ്പലത്തിലേക്ക് പോവാ. ഒരുപക്ഷെ നിധിയും ഏട്ടത്തെയും ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും പോകുന്നത്. എന്നെ പറ്റിക്കാൻ വേണ്ടിയായിരിക്കും എന്റെ മുന്നിൽ വെച്ച് അവർ ഈ ഡ്രാമ കളിച്ചത്. ഇനി അതല്ല, ഇപ്പൊ ഇവിടെ നടന്നത് സത്യമാണെങ്കിൽ ആരായിരിക്കും നിധിയെ വിളിച്ചത്? ആരെയോ കണ്ടുകിട്ടി എന്നതാണ് ഇൻഫർമേഷൻ. ഒന്നുകിൽ പവിത്രൻ, ഒരുപക്ഷെ പ്രണവിനെ ആയിരിക്കുമോ കണ്ടുകിട്ടിയത്. എങ്കിൽ തകർന്നു, എല്ലാ ഐഡിയയും പാളും.